നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മാഡം എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ഞാൻ വിളിച്ചത് ഈ പൂജിച്ച താലി കാണിക്കാനാ. കൊള്ളാമോ? നന്നായിട്ടുണ്ട് മാഡം. ഇതൊക്കെ ഞങ്ങള് വാങ്ങിച്ചോളായിരുന്നല്ലോ മാഡം. അങ്ങനെ നിങ്ങള് ഞങ്ങളൊന്നുള്ള വിചാരമൊന്നും വേണ്ട. നിന്റെ കയ്യിൽ കാശില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഉണ്ണികൃഷ്ണന് നിന്നെ സഹായിക്കാനുള്ള സാഹചര്യവും ഇല്ല. അഥവാ സഹായിക്കാന്ന് വെച്ചാൽ തന്നെ നിന്റെ അമ്മായി അതിന് സമ്മതിക്കത്തുമില്ല. അല്ല മാഡം, ഇവിടുന്ന് മാഡം തരുന്ന ശമ്പളം മാത്രമല്ല, അച്ഛന്റെ പെൻഷൻ തുകയും കിട്ടിത്തുടങ്ങി. പിന്നെ നകുലം പോലീസിന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ഫണ്ടും തന്നിട്ടുണ്ട്. ഇൻഷുറൻസ് തുക കിട്ടാനുണ്ട്. ഇതേ മുത്തശ്ശി കുടുംബ തട്ടാനെ കൊണ്ട് പണിയിച്ച് ദേവിയുടെ കഴുത്തിൽ അണിയിച്ച് പൂജിച്ച താലിയാ. അല്ലെങ്കിൽ തന്നെ ചെറുക്കം വീട്ടുകാരല്ലേ താലി പണിയേണ്ടത്. സമയത്തിന് ഇതങ്ങ് അണിഞ്ഞാൽ ഇതിന്റെ കാര്യം കഴിഞ്ഞു. ദർശനെ അങ്ങോട്ട് കഴുത്ത് നീട്ടിക്കൊടുത്താ മതി. ഞാൻ പോയിക്കോട്ടെ മാഡം, അവിടെ അഞ്ജു കാത്തിരിക്കും. ശരി. ആര് കണ്ടാലും എനിക്കിപ്പോ പേടിയൊന്നുമില്ല. പേടിയൊക്കെ എനിക്ക് എന്നേ പോയി. ഞാനിനി കുറച്ച് അടിയും തടയൊക്കെ പഠിക്കാൻ പോവാ. ദർശനം നോക്കിയോ. എന്നിട്ട് എന്നെ ആക്രമിക്കാൻ വരുന്നവരെ ഞാൻ ഇടിച്ചു മലർത്തും. അതുമല്ല, ദർശനോട് കട്ടയ്ക്ക് പിടിച്ച് നിക്കണ്ടേ. ഓ, അത് ശരി. എന്നെ തല്ലി തോൽപ്പിക്കാനാണോ? തല്ലാനല്ല, തല്ലോടാനാ. ഞാൻ ആദ്യം കൊണ്ടുവന്ന മൈപ്പീലിയില്ലേ, ആ മൈപ്പീലി കൊണ്ട് ഇങ്ങനെ തൊട്ട് തൊട്ട് ആദ്യം നെറ്റിയില്, പിന്നെ കണ്ണില്, കണ്ണിന്റെ താഴേക്ക് മൂക്കില്, താഴേക്ക് താഴേക്ക് ആ ചാമ്പയ്ക്ക ചുണ്ടിലൂടെ. ആഹാ, ഞാൻ വിചാരിച്ച പോലൊന്നും അല്ലല്ലോ. ആള് നല്ല റൊമാൻറ്റിക് ആണല്ലോ. മോനെ. അയ്യോ അമ്മ. ഹലോ ഹലോ കൊച്ചുമുതലാളി. റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഫോൺ കട്ട് ചെയ്യുന്നോ? ഇപ്പൊ കാണിച്ചു തരാം. ദർശനയോ? എന്റെ ചെക്കനെ നീ ഉറങ്ങാനും സമ്മതിക്കില്ലേ? ആ മോനെ രൂപേഴ്സുന്ദരേ, ചുണ്ടിനടുത്ത് വരെ കൊണ്ടുവന്നിട്ട് പറ, ഫോൺ കട്ട് ചെയ്യുന്നോ? മയിൽപീലി കണ്ണാ, ഇത്രയൊക്കെ മനോഹരമായിട്ട് എന്റെ കൊച്ചുമുതലാളി പ്രണയം പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആ കേക്കട്ടെ, ബാക്കി കൂടി പറ. കണ്ണിൽ നിന്ന്
മൂക്കിലേക്ക്. പിന്നെന്താ, എന്റെ ചുണ്ടിനെ പറ്റി പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? ചാമ്പയ്ക്ക ചുണ്ടെന്നോ? ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങളെ വർണ്ണിക്കാൻ മോനെ ആരാ പഠിപ്പിച്ചേ? ആ താക്കോലാണോ? അല്ലല്ലോ, ഞാനാ നിന്റെ മയിൽപീലി കണ്ണന്റെ സ്വന്തം അമ്മ. അയ്യോ മാഡം, മാഡം ഞാനത് ഒന്നും പറയണ്ട. ഞാനേ എന്റെ മോന്റെ സേഫ്റ്റി നോക്കാൻ വന്നതാ. നിന്റെ പ്രിയ മാഡം അല്ലേ പറഞ്ഞത് എല്ലാവരെയും ഒന്ന് സൂക്ഷിക്കണമെന്ന്? അതുകൊണ്ട് ഒരു കള്ളിയെ കയ്യോടെ പിടിക്കാൻ പറ്റി. ഏതായാലും എന്റെ മോൻ സുരക്ഷിതനായി സുഖമായി കള്ള ഉറക്കം നടിച്ചിവിടെ കിടപ്പുണ്ട്. എന്നാ ഞാൻ ഫോൺ കൊടുക്കാം. അയ്യോ മാഡം വേണ്ട. പിന്നെ രാത്രി ഇനി ഫോൺ വിളിച്ചേ സൊള്ളണ്ട. ഞാൻ എന്റെ മോന്റെ കൂടെ ഈ മുറിയിലാ കിടക്കുന്നത്. നീ സംസാരിക്കുന്നത് വീടിന് പുറത്തു നിന്നാണോ? എങ്കിൽ മര്യാദയ്ക്ക് അകത്ത് കയറി കതക് ലോക്ക് ചെയ്യേ. ഇല്ല മാഡം, ഞാൻ മുറിക്കകത്ത് തന്നെയുണ്ട്. അഞ്ചുമോള് എന്റെ അടുത്ത് കിടപ്പുണ്ട്. അവള് നല്ല ഉറക്കത്തിലാ. ശരി ശരി, എന്നാ ഫോൺ വെച്ചോ. ശരി മാഡം. മോനെ, മോനെ, ഡാ എഴുന്നേക്ക്. എന്താ അമ്മേ? അങ്ങോട്ട് നീ കിടക്ക്. എന്തിനാ? നീങ്ങി കിടക്ക്. മര്യാദയ്ക്ക് കിടന്നുറങ്ങിക്കോ. എന്താ മോനെ? ഒന്നുമില്ലമ്മേ. മാഡം എന്നെ വിളിച്ചിരുന്നോ? ഇരിക്കെ. ചേച്ചി, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാം. ചേച്ചി, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഒന്നും നോക്കുന്ന പോലും ഇല്ലല്ലോ. എനിക്കിവിടെ ആരുടെ അടിമയായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ പുന്നാര ആങ്ങളയ്ക്ക് എന്നെ വേണ്ടാന്ന്. അയാൾ എന്നെ ധിക്കരിച്ച് ഈ കല്യാണവുമായി സഹകരിക്കുകയാണ് പോലും. സഹകരിക്കട്ടെ, ഞാൻ ഏതായാലും ഇതിന് തയ്യാറല്ല. എവിടെ നിന്നോ വന്ന ഒരു അനാഥ പെണ്ണിന് ഭരിക്കാൻ നിന്നു കൊടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. വേണ്ട, ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്റെ തീരുമാനവുമായി സഹകരിക്കാൻ പറ്റാത്ത ആർക്കും ഈ വീട് വിട്ടു പോകാന്ന്. ചേച്ചി, ഇവളെ നിർബന്ധിച്ച് ഇവിടെ പിടിച്ചു നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ട ഗുണ്ടകൾക്കും തെമ്മാടികൾക്കും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമെല്ലാം വാരിക്കോരി ചെലവഴിക്കാനേ ഇത് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമൊന്നുമല്ല. എന്റെ ചേച്ചിയുടേതാണെങ്കിലും ഇനി എന്റേതാണെങ്കിലും